ശ്രീകാന്ത് ഇന്നലെയും ഇന്നും പുഞ്ചിരിമട്ടത്തായിരുന്നു. പുഞ്ചിരിമട്ടത്ത് കാണാൻ കഴിഞ്ഞത് ശ്രീകാന്ത് രാവിലെ നിൽക്കുമ്പോൾ ഒരു വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഒരു വീട് ഇത് മൊത്തം എടുത്തുകൊണ്ട് പോയി താഴെ ഒരു അടിത്തറ പോലും ഇല്ലാത്ത 1-2 കമ്പിക്കഷ്ണം മാത്രമുള്ള ഒരു വീട് കണ്ടു. അതിനുശേഷം സുർജിത്ത് പോകുമ്പോഴേക്കും ഒരുപാട് കുഞ്ഞുങ്ങളുടെ ID കാർഡ്, കുട്ടികളുടെ പാഠപുസ്തകങ്ങളൊക്കെ അവിടെ അങ്ങനെ ചിതറിക്കിടക്കുന്നത് കണ്ടു. പുഞ്ചിരിമണ്ടത്തും മുണ്ടക്കയിലും ഇനി ജീവനോടെയുള്ള മനുഷ്യരില്ല എന്ന് സ്ഥിരീകരിക്കുകയാണ്, ഉറപ്പിക്കുകയാണ്. ആ പ്രാണപ്രതീക്ഷ വേണ്ട എന്ന് പറയുകയാണ് മുഖ്യമന്ത്രിയും ആർമിയും. ശ്രീകാന്ത്. ഹാഷ്മി, ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചുപോയി എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ മുണ്ടക്കൈ, അതോടൊപ്പം തന്നെ ഈ പുഞ്ചിരിമട്ടം, ഈ രണ്ട് സ്ഥലങ്ങളെയും ഒന്നാകെ വിഴുങ്ങിക്കൊണ്ടാണ് ഈ പ്രളയജലം താഴേക്ക് ഒഴുകിപ്പോയത്. ഈ മുണ്ടക്കൈയിൽ ഇന്ന് കണ്ടെടുത്തത് 4 മൃതദേഹങ്ങളാണ്. മുണ്ടക്കയിൽ നിന്നും നേരെ പുഞ്ചിരിമട്ടത്തേക്ക് റോഡ് ഉണ്ടായിരുന്നു. ആ റോഡ് ഇപ്പോൾ ഒഴുകിയിട്ടുള്ള ഈ പുഴയുമായി ഒരുമിച്ച് ചേർന്ന് ചെളിയും കല്ലും മണ്ണും മരവും അടിഞ്ഞ് കിടക്കുകയാണ്. ഇതിനിടയിലൊക്കെ തന്നെ മനുഷ്യ ശരീരങ്ങളുണ്ട്, മൃതദേഹങ്ങളുണ്ട് എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇന്ന് 4 മൃതദേഹങ്ങൾ മാത്രമാണ് ഈ മുണ്ടക്കൈ ഭാഗത്തുനിന്നും റിക്കവർ ചെയ്യാൻ സാധിച്ചത്. ഇനി മുണ്ടക്കയിൽ നിന്നും നേരെ ഈ പുഞ്ചിരിമുട്ടത്തേക്ക് ഈ റോഡ് വൃത്തിയാക്കിയെടുക്കണം. ഒപ്പം തന്നെ ആ റോഡ് സൈഡിലായി പുഴയോട് ചേർന്ന് ആ ചേറിലിറങ്ങി പരിശോധന നടത്തണം. മനുഷ്യ ശരീരം അതിലുണ്ടോ, മൃതശരീരങ്ങളുണ്ടോ, ഉറ്റവരുടെ ഉടയവരുടെ ചേതനയേറ്റ ശരീരം അവിടെ ഉണ്ടോ എന്നുള്ളത്, അതിനുള്ള തയ്യാറെടുപ്പ്, അതിനുള്ള നടപടികളാണ് അവിടെ നടക്കുന്നത്. ഇന്ന് കൂറ്റൻ യന്ത്രഭാഗങ്ങൾ കൊണ്ടുവന്നു, യന്ത്രങ്ങൾ അവിടെ എത്തിച്ചു. എല്ലായിടത്തും പരിശോധന കാര്യമായി തന്നെ നടന്നു, സജീവമായി തന്നെ നടന്നു. പക്ഷേ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നത് ആ ടെറൈനാണ്. ആ ടെറൈൻ വളരെ മോശം ടെറൈനാണ്. അവിടെ വിശ്വസിച്ച് നിൽക്കാൻ സാധിക്കില്ല. ഏത് നിമിഷവും മണ്ണിടിച്ചിലുണ്ടാകും, ഏത് നിമിഷവും മഴ അപ്രതീക്ഷിതമായി വരും. അത് ഈ രക്ഷാദൗത്യത്തെ വല്ലാതെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇന്ന് പലകുറി നിർത്തിവെക്കേണ്ടി വന്നു, വീണ്ടും തുടങ്ങും, അതിനിടയിൽ വീണ്ടും മഴ വരും. അങ്ങനെ കുറെ അധികം തവണ ചെയ്തിട്ടാണ് മുണ്ടക്കയിൽ നിന്നും 4 ആളുകളുടെ മൃതദേഹം കിട്ടിയത്. ഇനി പുഞ്ചിരിമട്ടത്തേക്ക് വന്നാൽ പുഞ്ചിരിമട്ടത്ത് പല ഭാഗങ്ങളിലായി ആളുകൾ സംശയം പറയുന്നുണ്ട്, വീടിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ ഉണ്ട് എന്ന്. പക്ഷേ ഇന്നത്തെ തെരച്ചിലിൽ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അവിടെയുള്ള ആളുകളെ ചിലരെ നമ്മൾ പരിചയപ്പെട്ടു. അവർ പറയുന്നത് ഈ പുഞ്ചിരിമട്ടത്തിനും അതോടൊപ്പം മുണ്ടക്കൈക്കും ഇടയ്ക്കുള്ള പുഴയുടെ ഭാഗത്ത് എവിടെയെങ്കിലും മൃതദേഹങ്ങൾ ഉണ്ടാകാനേ സാധ്യതയുള്ളൂ, വീടുകൾക്കടിയിലൊന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന്. അപ്പോൾ ഈ ആളുകൾ ഓടി രക്ഷപ്പെട്ടിരിക്കാം എന്ന് ചിന്തിക്കരുത്. കാരണം ഏറ്റവും മുകളിൽ നിന്നും ഈ കുലംകുത്തി ഒഴുകിയെത്തിയ ഉരുൾപൊട്ടൽ ആദ്യ ഇമ്പാക്റ്റ് കൊടുത്തത് ഈ പുഞ്ചിരിമട്ടത്താണ്. അവിടെ വീടുകൾ കമ്പിയോട് കമ്പി ഇല്ലാതെ ഒലിച്ചുപോയി. അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഒരു 10 വീടെങ്കിലും കുറഞ്ഞത് ഒലിച്ചു പോയിട്ടുണ്ട്. അതിനപ്പുറത്തേക്കുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കത് നിലവിൽ വീടിന്റെ എന്തെങ്കിലും ഒരു അവശിഷ്ടമുണ്ടെങ്കിലേ അങ്ങനെ ഒരു കണക്കെടുപ്പിന് സാധ്യമാകൂ. ഭാഗികമായും പൂർണ്ണമായും തകർന്ന വീടുകളുണ്ട്. മുകളിലേക്ക് പോകുമ്പോൾ ഒട്ടനവധി വാഹനങ്ങൾ കാണാൻ സാധിക്കും. നാളെ ആ ഭാഗം കേന്ദ്രീകരിച്ച് സമ്പൂർണമായ തെരച്ചിൽ ഉണ്ടാകും എന്ന് ആർമിയും സന്നദ്ധ സംഘടനകളും അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട്. ശ്രീകാന്ത്, ഇപ്പൊ നാളെ ബെയിലിപ്പാലം വരികയാണ്. നാളെ കൂടുതൽ ഈ സംവിധാനങ്ങൾ, JCB അടക്കമുള്ള കൂടുതൽ സംവിധാനങ്ങൾ അതിൽ കൂടി അങ്ങോട്ടേക്ക് എത്തുകയാണ്. ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ലാത്ത ചില പ്രദേശങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ JCBകൾ എത്തിയാൽ നാളെ ഒന്നുകൂടി കുറച്ചുകൂടി മഴ അല്പസമയമെങ്കിലും മാറി നിന്നാൽ കുറച്ചുകൂടി യന്ത്രവും മനുഷ്യനും വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു ദിവസമാകും. ഒരു കൂടുതൽ റിസൾട്ട് ഓറിയൻറ്റഡ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ അത് ഓറിയൻറ്റഡ് ആവുകയാണെങ്കിൽ 297 എന്നുള്ളതും എപ്പോട്ട് പോകേണ്ടി വരും എന്ന് പറയേണ്ടി വരും. നാളെ എന്താണ് മുണ്ടക്കൈയിൽ കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തുമ്പോൾ പ്രതീക്ഷിക്കേണ്ടത് ശ്രീകാന്ത്? ഹഷ്മി, ഇന്ന് 2 വലിയ സാനി എക്സ്കവേറ്ററുകൾ അവിടെ എത്തിച്ചിരുന്നു. പക്ഷെ അതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ പ്രദേശത്തേക്ക് ഇത്ര വലിയ എക്സ്കവേറ്ററുകൾ കടന്നു ചെല്ലില്ല. പല വീടുകളുടെയും പല ഭാഗങ്ങളുമൊക്കെ അവിടെ വീണ് കിടക്കുന്നതാണ്. പോകുന്ന വഴികളൊക്കെ തന്നെ തകർന്നിട്ടുണ്ട്. അതെല്ലാം ചെറുതാണ്. അവിടെ വേണ്ടത് കുറച്ചുകൂടി ഭീമാകാരമായ എക്സ്കവേറ്ററുകളല്ല വേണ്ടത്. നേരെ മറിച്ച് ഓരോ ദിക്കിലേക്കും കടന്നു കയറാൻ പറ്റുന്ന താരതമ്യേന മീഡിയം ലെവൽ ഈ ഹിറ്റാച്ചികളാണ് അവിടേക്ക് എത്തിക്കേണ്ടത്. ഒരു പക്ഷേ അതിനുള്ള കൃത്യമായ സന്ദേശം കൊടുത്തു കാണും. ആ വലിയ കൂറ്റൻ എക്സ്കവേറ്ററുകൾ കൊണ്ടുവന്നിട്ട് പാറ പൊട്ടിക്കാൻ കുറെ അധികം സാധിച്ചിരുന്നു, പാറകൾ തള്ളി മാറ്റാൻ കുറെ സാധിച്ചിരുന്നു. അതിനൊക്കെ ഉപയോഗിക്കാം എന്നതിനപ്പുറം ആ പല മേഖലകളിലേക്കും കടന്നു കയറാൻ ചെറിയ ഹിറ്റാച്ചുകളുടെ ഉപയോഗം കൂടി വേണം. അതെത്തിക്കുമെന്ന് ഇന്ന് തന്നെ അവിടെ സൈന്യം പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറെ ആളുകൾ അവിടെ ഈ സാധനങ്ങൾ സ്വന്തം നിലയിൽ എത്തിക്കുന്നുണ്ട്, അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ മുണ്ടക്കയിലും
പുഞ്ചിരിമട്ടത്തും നാളെ ഈ തെരച്ചിലിന്റെ കാര്യത്തിൽ ഒരു ഭയവും വേണ്ട. അവിടെ കൃത്യമായി തെരച്ചിൽ നടക്കും. ഹാഷ്മി, മറ്റൊരു കാര്യം ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, അവിടെ ഈ ആളുകൾ കൂടുതലായി തിരച്ചിലിന് വരുമ്പോൾ അവർക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അവിടേക്ക് കൃത്യമായി എത്തിക്കേണ്ടതുണ്ട്. അതുകൂടി ഈ ഘട്ടത്തിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒപ്പം അവിടുത്തെ പല വീടുകളിലും പല സ്ഥലങ്ങളിലുമൊക്കെ തിരച്ചിലിനെത്തുന്ന ആളുകൾ അവിടുത്തെ ലാൻഡ് സ്ലൈഡ് പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് വേണം വരാൻ എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. പുതിയ പല നാട്ടുകളിൽ നിന്ന് വരുന്ന ആളുകളാണ്. അവർക്ക് അവിടുത്തെ ടെറൈൻ അറിയില്ല. എനിക്കും അത്ര പരിചിതമായ സ്ഥലമായിരുന്നില്ല. പക്ഷേ 2 ദിവസത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് പറയുകയാണ്, ഏറ്റവും അപകടം പിടിച്ച ഏറ്റവും മോശപ്പെട്ട സ്ഥലമാണത്. അവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുകയും കാല് മുട്ടൊപ്പം പുതഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുന്നത് സർവ്വസാധാരണമായിരിക്കും. സൂക്ഷിച്ച് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ടി വരും. നാളെ ഈ എക്സ്കവേറ്ററുകളും കൂടുതൽ ഹിറ്റാച്ചുകളും എത്തിച്ച് ഈ മണ്ണ് മാറ്റിയുള്ള പരിശോധന ഉണ്ടാകും. ഹാഷ്മി, ഏറെ വിഷമിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം, ഈ മുണ്ടക്കൈക്കും പുഞ്ചിരിമട്ടത്തിനും ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ലയങ്ങൾ ഉണ്ടായിരുന്ന ഭാഗത്ത് നാളെ മണ്ണ് മാറ്റി പരിശോധിക്കുമ്പോൾ ഒരു പക്ഷേ എണ്ണം അത് കൂടാനുള്ള സാധ്യത തന്നെയാണുള്ളത്. നമ്മളെ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഒരു പക്ഷേ വന്നേക്കാനും സാധ്യതയുണ്ട്. ശ്രീകാന്ത്, വ്യക്തിപരമായി കൂടി നമ്മൾ ഒരുമിച്ച് ശിരൂരിൽ നിൽക്കുകയായിരുന്നു, കർണാടകയിൽ നിൽക്കുകയായിരുന്നു അർജുൻ്റെ ആ തിരച്ചിലിൽ. അവിടെയും നമ്മൾ പെരുമഴ കണ്ടതാണ്. എന്ന് പറഞ്ഞാൽ അസാധ്യമായ മഴയും കൊടുങ്കാറ്റ് പോലുള്ള കാറ്റും നമ്മൾ കണ്ടതാണ്. അവിടെ നിന്ന് ശ്രീകാന്ത് നേരെ ഇറങ്ങുന്നത് ഒരു ദുരന്തഭൂമിയിൽ മറ്റൊരു ദുരന്തഭൂമിയിലേക്കാണ്. ഇത് പക്ഷേ അതുമായി ഏതെങ്കിലും തരത്തിൽ താരതമ്യം ചെയ്യാൻ കഴിയാത്ത അതിൻ്റെ പല ഡയമെൻഷനുകൾ വലിപ്പമുള്ള മറ്റൊരു ദുരന്തഭൂമി. ഇന്നിപ്പോൾ അവിടെ പുഞ്ചിരിമട്ടത്ത് മേളിൽ നിൽക്കുമ്പോൾ കൺമുന്നിൽ മണ്ണിടി എന്നൊക്കെ കാണുന്ന എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് മാധ്യമപ്രവർത്തന ജീവിതത്തിലെ നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നില്ല, ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങളാണ് കേട്ടോ ശ്രീകാന്ത്. തീർച്ചയായും ഹാഷ്മി, കാരണം നമ്മൾ ആ ദൃശ്യങ്ങൾ, കാരണം രക്ഷാപ്രവർത്തകർക്ക് ആ മേഖലകളിലേക്കൊന്നും തന്നെ എത്തിപ്പെടുന്നതിനോ രക്ഷാ ദൗത്യം നടത്തുന്ന ആളുകൾ അവിടെയൊക്കെ തിരച്ചിൽ നടത്തുന്നതിനോ അവിടെ എന്താണുള്ളത് എന്നറിയുന്നതിനോ പോംവഴികൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ റിസ്ക് എടുത്ത് ആ ഭാഗത്തേക്ക് പോകാൻ തീരുമാനിച്ചത്. അവർക്ക് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, വെള്ളം കിട്ടിയില്ലെങ്കിൽ, യന്ത്രസാമഗ്രികൾ ഇല്ലെങ്കിൽ അതൊക്കെ തന്നെ മാധ്യമപ്രവർത്തകരോടാണ് വന്ന് പറയുന്നത്. നിങ്ങൾ ഇതൊന്ന് കൊടുക്കൂ, ആ സാധനങ്ങളൊക്കെ എത്തട്ടെ, അവയൊക്കെ വരട്ടെ എന്നവർ നമ്മളോടാണ് പറയുന്നത്. ഇന്നും ഈ റിസ്ക് ഏറ്റെടുക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അവിടെ ഏതെങ്കിലും ആളുകൾ ജീവനോടെ അവശേഷിക്കുന്നുണ്ടോ, ആരെങ്കിലും ഈ വീടുകൾ തകർന്ന് അതിനടിയിൽ പെട്ടിട്ടുണ്ടോ, മൃതദേഹങ്ങൾ അവിടെ എവിടെയെങ്കിലും ഉണ്ടോ തുടങ്ങിയത് കാര്യങ്ങൾ അന്വേഷിച്ച് ആ ഭാഗത്തേക്ക് പോകാൻ രക്ഷാദൌത്യ സംഘത്തിനൊന്നും സാധിച്ചിരുന്നില്ല. കുറച്ച് റിസ്ക് എടുത്ത് നമ്മൾ പോയി. ഒപ്പം തന്നെ സൈന്യവും സ്നിഫർ ഡോഗുമായി എത്തി. ആ പ്രദേശത്താകെ പരതി. പക്ഷേ മൃതദേഹങ്ങളുടെ ഒരു ലാഞ്ചന പോലും കണ്ടിട്ടില്ല. പക്ഷേ ഈ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് പരിശോധിക്കുമ്പോഴേ കാണും. പക്ഷെ ആ സമയത്താണ് നമ്മൾ അവിടെ അങ്ങനെ പരിശോധനയും തിരച്ചിലും നടത്തി ആ ദൃശ്യങ്ങൾ പകർത്തുമ്പോഴാണ് ലാൻഡ് സ്ലൈഡ് ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ SOG ഉണ്ട്, സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഉണ്ട്, അതോടൊപ്പം തണ്ടർബോൾട്ട് സംഘമൊക്കെ തന്നെയുണ്ട്. അവരൊക്കെ നമ്മളോട് പറഞ്ഞത് ഏത് നിമിഷവും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്ന മേഖലയാണത്, സൂക്ഷിച്ച് നിൽക്കേണ്ടതുണ്ട്. അവിടെ നിന്നും അവർക്ക് ആ ഒരു ബാരിക്കേഡ് പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ വരെ അവരും പോയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് അവരും കടന്നിട്ടില്ല, അവരും പോയിട്ടില്ല. അങ്ങോട്ടൊക്കെ ആദിവാസി ഊരുകളൊക്കെ തന്നെയുണ്ട്. ഒട്ടനവധി വീടുകൾ തുടങ്ങുന്നത് ആ മുകൾ ഭാഗത്തു നിന്നാണ്. അങ്ങോട്ട് കടന്നു പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂടെ നമ്മൾ പോയി ദൃശ്യങ്ങൾ പകർത്തി അത് പ്രേക്ഷകരെ കാണിച്ചു. പിന്നീട് ധാരാളം രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തി, അവിടെ രക്ഷാദൌത്യത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഹാഷ്മി, ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തി നിർത്താം. കാരണം മൃഗങ്ങൾ, ഈ വളർത്തു മൃഗങ്ങളുടെ അവസ്ഥ വളരെ കഷ്ടമാണ്. അവിടെ നായ്ക്കളടക്കമുള്ളവ അവിടെ യജമാനന്മാരില്ലാതായി അവരെ തിരക്കി നടക്കുന്നുണ്ട്. നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴും അവ കഴിക്കുന്നില്ല. അവരവരുടെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് കറങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ യജമാനന്മാരെ തിരക്കി നിൽക്കുന്നതായിരിക്കും. ഈ റാണി എസ്റ്റേറ്റിന്റെ ഭാഗത്തോട് ചേർന്ന് ഒരാളുടെ പശു വളർത്തൽ കേന്ദ്രമുണ്ട്, ഒരു ഫാമുണ്ട്. അവിടുത്തെ പശുക്കളൊക്കെ തന്നെ ഈ 2-3 ദിവസമായി വെള്ളം പോലും കിട്ടാതെ, കഴിക്കാനൊന്നുമില്ലാതെ എല്ലും തോലുമായ അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ചില സന്നദ്ധ സംഘടനകൾ അവിടെ എത്തി ഈ പാല് കറന്ന് കളയുന്നുണ്ട്. പശുക്കൾക്ക് പാല് കറന്ന് കളഞ്ഞില്ലെങ്കിൽ അതിന് വലിയ അസുഖങ്ങൾ ഉണ്ടാകും. പാല് കറന്ന് കളയുന്നുണ്ട്. പക്ഷേ വെറ്റിനറി ഡോക്ടറുടെ എല്ലാ സേവനവും അവിടെ അടിയന്തരമായി ഏർപ്പെടുത്തണം. അത് നമ്മളൊന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, അതിന് കുറച്ച് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള അടിയന്തരമായ സഹായം എന്തെങ്കിലും ചെയ്യണം. അത് പുഞ്ചിരിമട്ടത്ത് നിന്നും അവിടേക്ക് പോകുന്നതിനുള്ള സൗകര്യം, ഒരു താൽക്കാലിക സൗകര്യവും അവിടെയുണ്ട്. റോപ്പൊക്കെ ഇട്ട് പോകാം, വലിയ ഒഴുക്കില്ല. രാവിലെയാണെങ്കിൽ ഭയമില്ലാതെ ആ നദി മുറിച്ച് കടക്കാം. കുറച്ച് കയറിന്റെയൊക്കെ സഹായത്തോടെ കുറച്ച് ഭക്ഷണം, അതിനുള്ള കുറച്ച് പുല്ല്,
അതിന് കുടിക്കാനും ഒക്കെ കുറച്ച് വെള്ളം അതൊക്കെ കൊടുത്ത് അതിനെ അവിടെ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം കൂടി നാളെ മുതലെങ്കിലും ഉണ്ടാകണം. നമ്മുടെ ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിലും നേരിൽ പോയി കണ്ട അനുഭവത്തിൽ നിന്നാണ് ശ്രീകാന്ത്. മാത്രമല്ല നമ്മൾ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് വളർത്തുനായ്ക്കളെയും കഴുത്തിൽ ബെൽറ്റിയുടെ വളർത്തുനായ്ക്കളെയും കോഴികളെയും പശുക്കളെയും ഒക്കെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ അടുങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൂടി പരിഗണിക്കണമല്ലോ. അതും ഒരു ജീവനുള്ള ജീവിയാണല്ലോ.